എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആട് മൂവിയുടെ മൂന്നാം ഭാഗത്തിന്റെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഭാഗം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല. അതിനുശേഷം ചിത്രം OTT അതായത് DVD റിലീസ് ആവുകയും അതിനുശേഷം ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിലെത്തി വലിയ വിജയമായിട്ട് മാറി. അപ്പോൾ തന്നെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ വന്ന അപ്ഡേറ്റ്സുകൾ ഒന്നും തന്നെ ആ ഒരു ഹൈപ്പ് നിലനിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ കാണാനായിട്ട് പോയത്. എന്നെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം. ഈ ചിത്രം ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെയല്ല, നല്ല രീതിയിൽ ബഡ്ജറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണുവാനായിട്ടും സാധിക്കും. ഫ്രൈഡേ ഫിലിം ഹൗസിനൊപ്പം കാവ്യ ഫിലിം കമ്പനിയും ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. കഥയിലേക്ക് വരികയാണെങ്കിൽ ആട് 2 എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നതും. അതായത് അനൗൺസ്മെന്റ് നടന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഇതൊരു ടൈം ട്രാവൽ കൺസെപ്റ്റ് ഉള്ള സിനിമയായിരിക്കും എന്ന്. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നീ 3 ടൈം ലൈനിലൂടെ ആയിരിക്കും ഈ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് പോകുക എന്ന്. അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ഉള്ളതും. ഈ ഒരു ചിത്രത്തിൽ പാസ്റ്റും പ്രസന്റുമാണ് കൂടുതലുള്ളത്. ഫ്യൂച്ചർ കുറച്ച് മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും ലെങ്ത് എന്ന് പറയുന്നത് 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നതും. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറോളമാണ് ഇത് ദൈർഘ്യമുണ്ടായിരുന്നത്. അതിൽ കൂടുതലായിട്ടും അതായത് പാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലയിടത്തും ലാഗ് വലിയ രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ട് കാരണം ഇതിൽ അനാവശ്യമായിട്ട് ഒരുപാട് സീനുകൾ പാസ്റ്റിൽ അവർ കുത്തികരിയായിരുന്നു. ആ ഒരു ഐറ്റനൻസ് ആണെങ്കിലും അതൊന്നും ശരിക്കും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. പ്രസന്റ് നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ കഥ അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷാജി പാപ്പന്റെ ഇൻട്രോയും എല്ലാം തന്നെ നന്നായിരുന്നു. എനിക്ക് പ്രധാനമായിട്ടും ഇൻട്രോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാത്താൻ സേവ്യന്റെയാണ്. അത് വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഡ്യൂഡിന്റെ ഇൻട്രോയും നൈസായിരുന്നു. പക്ഷെ ഡ്യൂഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു കഥാപാത്രം, ഡ്യൂഡ് എന്ന കഥാപാത്രം വരുന്നത്. പിന്നെ ആട് 2 കമ്പയർ ചെയ്യുമ്പോൾ കോമഡി സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വലിയ രീതിയിൽ തീരെ ഇല്ല എന്ന് തോന്നി. ഉള്ള കോമഡികളൊന്നും വലിയ രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പാസ്റ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പാസ്റ്റിലുള്ള ആ ഒരു കാലഘട്ടം ചിലയിടത്തെല്ലാം നന്നായിരുന്നു എങ്കിൽ പോലും പലയിടത്തും ഒരു ഏച്ചുകെട്ടലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ലാഗും പലപ്പോഴായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതായത് പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം കോമഡി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഹാഫില്. പക്ഷെ സെക്കൻഡ് ഹാഫാണ് ഈ ഒരു സിനിമയെ പിടിച്ചു നിൽക്കുക. അതായത് ഒരു സിനിമ നല്ലൊരു സിനിമാനുഭവമാക്കി മാറ്റാനുള്ള പ്രധാന കാരണം സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു. സെക്കൻഡ് ഹാഫില് മറ്റേ ഡ്യൂഡിന്റെ ആ ഒരു കഥാപാത്രമൊക്കെ വരുന്നതോടുകൂടി തന്നെ സിനിമ നല്ലൊരു രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ഗൂസ്ബം സീനുകൾ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലായിട്ടും ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ട്രിം ചെയ്തിരുന്നുവെങ്കിൽ ടോട്ടലായിട്ട് നല്ലൊരു സിനിമയായിട്ട് നമുക്ക് മാറുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു എബോ ആവറേജ് ആയിട്ടാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു സിനിമ തോന്നിയത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ നീലക്കുടുവേലി തേടിയിട്ടാണ് ഡ്യൂഡും ഗ്യാങ് വരുന്നത് എങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അത് നമ്മുടെ കമ്മട്ടമാണ്. തേർഡിലേക്ക് വരുമ്പോഴും ഇതുപോലൊരു ഇതുണ്ട്, ഒരു ട്രഷർ ഉണ്ട്. ഈ ട്രഷറെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിന്റെ കഥ നടക്കുന്നത്. അതിനെ തേടിയിട്ട് ഡ്യൂഡ്, അതുപോലെ തന്നെ സാത്താൻ സേവിയർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ഒരു ഫോറിൻ ലേഡി വരുന്നതായിട്ട് നമ്മൾ ആ ഒരു ട്രെയിലറിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഈ ഒരു ട്രഷർ തേടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ട്രഷറിലേക്ക് നടത്തുന്ന പോരാട്ടങ്ങളും മറ്റുമാണ് ഈ ഒരു സിനിമ പ്രധാനമായിട്ടും സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇതിന്റെ ഒരു സ്റ്റോറി ബിൽഡിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതായത് ഈ ഒരു 3 കാലഘട്ടങ്ങളുടെയും സ്റ്റോറി ബിൽഡിംഗ് ആണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ ലാഗ് തോന്നാനുള്ള ഒരു കാരണം. നല്ല രീതിയിൽ മെയിനായിട്ട് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇതായിട്ട് തോന്നിയത് സിനിമോട്ടോഗ്രഫിയാണ്. സിനിമോട്ടോഗ്രഫി വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആട് സിനിമ എന്ന് പറയുന്നത് തന്നെ മണ്ടന്മാരായ ഒരു കൂട്ടം ആളുകളും അവരുടെ മണ്ടത്തരങ്ങളുമാണ്. ഈ ഒരു സിനിമ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോഴും അതിന് വലിയ മാറ്റങ്ങളില്ല. അതിപ്പോൾ ടൈം ലൈൻ മാറിയാലും ഇവരുടെ മണ്ടത്തരങ്ങളും ആദ്യ പാർട്ടിലെ കുറെ, അതായത് ഫസ്റ്റ് ഹാഫിലെ കുറെ രംഗങ്ങൾ കട്ട് ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഒരു 2 മണിക്കൂറിലാക്കിയിരുന്നുവെങ്കിൽ നല്ലൊരു സിനിമാനുഭവമായിട്ട് മാറിയേനെ. ഇതും കുഴപ്പമില്ല. പിന്നെ എനിക്കിതിൽ മെയിൻ ആയിട്ട് തോന്നിയത് ഇതിൽ കോമഡികൾ വർക്ക്ഔട്ട് ആയിട്ട് പ്രധാനമായും സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം കോമഡികളില്ല. കാരണം പാസ്റ്റ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പ്രസന്റിൽ വരുന്നതാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. അങ്ങനെ മൊത്തത്തിൽ ആട് 3 എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ സെക്കൻഡ് പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കോമഡികൾ കുറവായിരുന്നു എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കോമഡികളെല്ലാം ഉണ്ടായിരുന്നതാനും. അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു എബോ ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. ഒരുപാട് സ്പോയിലറുകളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുക. ഒരിക്കലും ഒരു മോശം സിനിമയൊന്നുമല്ല ആട് 3. അത്യാവശ്യം നല്ലൊരു ഫിലിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം. ബൈ.